Our administration prioritizes child welfare through 17 Anganwadis. The Panchayat also hosts 9 schools equipped with modern infrastructure facilities. Ottur Gram Panchayat has been nominated for National Panchayat Award in 2025, specifically in the category of child-friendly Gram Panchayat. ദേശീയ തലത്തിൽ കേരളത്തിന് അഭിമാനമായിരിക്കുകയാണ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിന്റെ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് വികാസ് പുരസ്കാരത്തിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളുടെ പട്ടികയിലാണ് ഒറ്റൂർ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉടനീളമുള്ള 2 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളോട് മത്സരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 50 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി പഞ്ചായത്തിന് ലഭിക്കുക. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സമഗ്ര വികസനത്തിനുമായി പഞ്ചായത്ത് നടപ്പിലാക്കിയ മാതൃകാപരമായ പദ്ധതികളാണ് ഈ പുരസ്കാരത്തിന് അർഹമാക്കിയത്. കൃത്യമായ ഇടവേളകളിൽ കുട്ടികളുടെ ഗ്രാമസഭകൾ സംഘടിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പഞ്ചായത്ത് പ്രവർത്തനം കാഴ്ചവെച്ചു. സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികൾ, സ്മാർട്ട് അങ്കണവാടികൾ, മാവിൻമൂട് ഗവൺമെന്റ് LPSലെ വർണ്ണക്കൂടാരം പദ്ധതി എന്നിവ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായും വിലയിരുത്തപ്പെട്ടു. ഏതാണ്ട് ദേശീയ തലത്തിൽ 2 ലക്ഷത്തിൽ പരം പഞ്ചായത്തുകളോടാണ് നമ്മൾ വിലയിരുത്തപ്പെട്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ നമ്മൾ പാലിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിൽ വളരെ പരിശോധക സംഘത്തിന് വളരെ തൃപ്തികരമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ശിശു സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കുട്ടികൾക്കുള്ള പരിശീലനം. അവർക്ക് ഒളിമ്പിക്സ് മത്സരങ്ങൾ പോലും പങ്കെടുക്കാൻ തക്ക രീതിയിൽ ഉള്ള പരിശീലനമാണ് ശിശുക്കൾക്ക് നമ്മൾ നൽകി വരുന്നത്. അത് അഖിലേന്ത്യാതല വോളിബോൾ ക്യാപ്റ്റൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർണ്ണക്കൂടാരം എന്നുള്ള പദ്ധതി വളരെ നല്ല രീതിയിലാണ് മാൻമൂട് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത്. 2 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം, കുട്ടികൾക്കായുള്ള ജിം, ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവ കായിക മാനസിക വികസനത്തിന് മുതൽക്കൂട്ടായി മാറി. കൂടാതെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലീഗൽ എയ്ഡ് സെല്ലും ജാഗ്രതാ സമിതികളും ഇവിടെ സജീവമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് G. ജയചന്ദ്രൻ, സെക്രട്ടറി LH. ശ്രീലേഖ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ ദേശീയ അംഗീകാരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ വിഭാഗത്തിൽ മഹാരാഷ്ട്രയിലെ ഇറ്റ്ഗോൺ 1ാം സ്ഥാനവും കർണാടകയിലെ ഹലനായകഹള്ളി 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ക്രഷ് 6 മാസം കാലം പ്രായം ആയ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിപാലിക്കുന്നതിന് വേണ്ടി ക്രഷ് നടപ്പിലാക്കി വരുന്നു. അതുപോലെ തന്നെ അതിനൊരുക്കപ്പെട്ട നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്ന ഒരു സ്മാർട്ട് അംഗൻവാടി നമുക്കുണ്ട്. അംഗൻവാടികൾ മൊത്തത്തിൽ മികവുറ്റതാണ്. അതിന് വിഭിന്നമായി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് സ്മാർട്ട് അംഗൻവാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മുടെ മേന്മയോടുകൂടി പറയാനുള്ളത്. ഒട്ടനവധി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പോഷകാഹാരങ്ങൾ നല്ല രീതിയിൽ നൽകി വരുന്നുണ്ട്. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് സെക്ഷൻ കൈകാര്യം ചെയ്തു വരുന്ന പ്രോജക്ട് അസിസ്റ്റന്റ് ദേവദത്തൻ ദേവ്, സൂപ്പർവൈസ് ചെയ്ത സീനിയർ ക്ലർക്ക് ശ്രീജ S, അക്കൗണ്ടന്റ് വിഷ്ണു പ്രസാദ്, ഹെഡ് ക്ലർക്ക് ബിനു A, അസിസ്റ്റന്റ് സെക്രട്ടറി ജുഗ്നു AM, മറ്റ് ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനവും ഈ അംഗീകാരത്തിന് പിന്നിലുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ പഞ്ചായത്തുകളുടെ സംഭാവനകളെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക, കൂടാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള മികച്ച രീതികൾ സ്വീകരിക്കാൻ മറ്റ് പഞ്ചായത്തുകളെ പ്രേരിപ്പിക്കുക എന്നിവയായിരുന്നു അവാർഡുകളുടെ പ്രാഥമിക ലക്ഷ്യം. ഗ്രാമീണ ഇന്ത്യയിലെ സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിന് സംഭാവനകൾ നൽകിയ മികച്ച പഞ്ചായത്തുകളെയായിരുന്നു ദേശീയ അവാർഡിനായി പരിഗണിച്ചതെങ്കിലും ഇന്ത്യയിലെ ഏകദേശം 2 ലക്ഷത്തിൽ പരം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമാണ് ഒറ്റൂർ പഞ്ചായത്തിന് ഈ ചരിത്ര നേട്ടം ലഭിച്ചിരിക്കുന്നത്. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.